അയ്യോ, ബാത്റൂമിൽ പാമ്പുണ്ട്. അയ്യോ, പാമ്പ് പാമ്പ് പാമ്പേ. വീടിനകത്ത് പാമ്പ് കയറിയേ. അയ്യോ, പാമ്പ് പാമ്പ്. ഹണി, നീ എവിടെയാടാ പാമ്പിനെ കണ്ടത്? ഞാനെങ്ങും കണ്ടില്ല. നിങ്ങൾ കരഞ്ഞപ്പോ ഒരു കമ്പനിക്ക് വേണ്ടി ഞാനും കൂടെ വന്ന് കരഞ്ഞതാണ്. കൊള്ളാമോ? എങ്ങനെയുണ്ട്? അല്ല, നിങ്ങൾ എന്തിനാ ഇവരെ കണ്ട് പേടിക്കുന്നത്? ഇവര് കൊത്തുന്ന പാമ്പുകളല്ല. ഹാർമോണിയത്തിനകത്ത് മുട്ട ഇട്ടത്. ആ ഹാർമോണിയത്തിലെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ വളർന്നത്. ഒരുമിച്ച് നമുക്കിവിടെ കുത്തിയിരിക്കാം. എന്തിനാ കുത്തിയിരിക്കുന്നേ? കാല് കഴിക്കാൻ നിങ്ങൾക്ക് കാലില്ലല്ലോ. അവിടെ നിന്ന് പറഞ്ഞാ മതി. മാത്രമല്ല, ഈ കഴുത്തിൽ എന്തിനാ ഇങ്ങനെ നമ്പറൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നേ? അത് പിന്നെ അവർക്ക് കൈ പിടിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇതിന്റെ പിന്നിലെ കഥ നിങ്ങൾക്ക് അറിയണോ? എന്താ കേട്ടോ? ഒരു രാജാവുണ്ടായിരുന്നു. ഒരു രാജാവുണ്ട്. കൂട്ടുകാരും ഒത്ത് പാമ്പും കോണിയും കളിക്കുന്നേ. ഞാൻ 18 നമ്പരിലെ പാമ്പാടേ. ഒരു കൊത്തും കൊടുത്ത് 3ലേക്ക് വിടുന്നു ഞാൻ. അയ്യോ, ഇന്ന് നീയാണ് എന്റെ കളിക്കാനുള്ള കരു. അയ്യോ, എന്ന് വെച്ചാ എന്താ? ക്യാരറ്റിന്റെ വേറെ വല്ല പേരാണോ? കരു കൊണ്ടാണ് പാമ്പും കൂണിയും കളിക്കുന്നത്. മൃഗങ്ങളോടൊപ്പം കളിക്കുന്നതിന്റെ രസം വേറെ തന്നെയാണ്. അതാ ഇവിടെ. ഇത്രയും വലിയ ഏരിയയില് ഫുട്ബോൾ കളിക്കാൻ നല്ല രസമായിരിക്കും. എന്താ സ്നേക് ബ്രോസ്, നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? സോറി, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. നമ്മുടെ കയ്യില് ഫുട്ബോൾ ഒന്നും ഇല്ലല്ലോ, അല്ലേ? ഞാൻ മറന്നതാ. ഒരു കാര്യം പറയാമോ? പാമ്പുകളുടെ ഉത്സവത്തിന് എന്താ പറയുന്നത്? നാഗപഞ്ചമി. ഓക്കേ. അയ്യോ, എന്നെ എന്തിനാ അടിച്ചത്? ഇത് നാഗത്തിന്റെ പഞ്ചിങ് ആണ്. ദേ, നോക്കിയൊരു നക്ഷത്രം മണ്ണിലേക്ക് വരുന്നു. എടാ, അത് നക്ഷത്രമൊന്നുമല്ല, നല്ലൊരു പണിയാ വരുന്നത്. ഒരു പരിന്താത് ഓടിക്കോ. പാമ്പ് ചേട്ടാ, ഒരു മിനിറ്റ്, ഒരു ഐഡിയ ഉണ്ട്. വാ പാമ്പ് ചേട്ടാ, നമുക്ക് രക്ഷപ്പെടാം. ദേ 6 വന്നല്ലോ. ഒരു ദിവസം ഞാൻ മുയലിനോടൊപ്പം റേസിൽ കഷ്ടപ്പെട്ട് ഓടി ഞാൻ ജയിച്ചായിരുന്നു. അതിനുശേഷം ദാ ഇവിടെ വന്ന് ഓടേണ്ട ഗതികേടായി പോയി എനിക്ക്. എടാ, നിന്റെ കാര്യം പിന്നെയും കുഴപ്പമില്ലെന്ന് വെക്കാം. എന്റെ പുറത്തോട് ദേ 8ാമത്തെ കളത്തിൽ ഊരിപ്പോയത്.
ഞാനിവിടെ 3 ദിവസമായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക ആ കളം വരെ ഒന്ന് എത്താനായിട്ട്. നടുക്ക് പാമ്പുള്ളത് കൊണ്ട് അപ്പൊ തന്നെ വിഴുകും, ഞാൻ താഴെ എത്തും. നിങ്ങൾ ഇത് എന്താ നോക്കി നിൽക്കുന്നേ? മര്യാദയ്ക്ക് കളിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എണ്ണത്തോണിയിൽ കിടക്കേണ്ട വിധം ചവിട്ടി കൂട്ടും ഞാൻ. രാജാവ് വളരെ ശക്തനാണ്. നമുക്ക് പാമ്പുകളോടൊപ്പം തന്നെ മറ്റുള്ള മൃഗങ്ങളെയും രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഐഡിയ. മഹാരാജാവേ, അല്ല, നിങ്ങളാരാണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടതാ? നീതി. അതായത് നീതി. പാമ്പും കോണിയുടെ നീതി നിയമമൊക്കെ മാറി. ഞങ്ങൾ ഈ കളിയുടെ പുതിയ നിയമങ്ങളെ കുറിച്ച് പറയാൻ പാമ്പും കോണി അസോസിയേഷനാണ് വന്നിരിക്കുന്നത്. ബോർഡിലേക്ക് വരൂ, പുതിയ നിയമത്തെ കുറിച്ച് പറയാം. ആരാണോ കളിക്കുന്നത് അവർ തന്നെ ആയിരിക്കും കരു. ഞാൻ രണ്ടാമത്തെ നിയമം പറയാം. താങ്കൾക്ക് കരുക്കുലുക്കി ഏത് കളത്തിൽ വേണമെങ്കിലും ഇടാം. ഞാൻ ആകെ ഒരു പാമ്പിന്റെ കളത്തിൽ മാത്രമായിരുന്നല്ലോ, പിന്നെ അതിനാ എല്ലാ പാമ്പുകളും ചേർന്ന് തന്നെ അടിച്ചത്. ഞങ്ങൾ പാമ്പുകൾക്ക് യൂണിയൻ ഉണ്ട്. ഒരാൾ അടിച്ചാൽ ബാക്കി എല്ലാരും അടിക്കും. ഇത് ഞങ്ങളുടെ പുതിയ റൂൾസ് ആണ്. നിങ്ങൾ എന്നെ വീട്ടിയാക്കിയല്ലേ? ഇനി നിങ്ങളെ ഞാൻ അടിക്കും. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടിയിരിക്കും. മഹാരാജാവേ, ഹലോ മഹാരാജാവേ. ഞാൻ ദുർബലനാണെന്ന് വിചാരിക്കണ്ട, ഞാനും ശക്തിമാനാണ്. വിചാരിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് എനിക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ചാലഞ്ച്. എങ്കിൽ ശരി. പക്ഷെ ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് രാജാവ് ജസ്റ്റ് കൈ ഒന്ന് മാറ്റി. കണ്ടില്ലേ, 1 സെക്കൻഡ് കൊണ്ട് ഞാൻ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ട്രിപ്പ് കഴിഞ്ഞ് വരികയില്ല, അതുകൊണ്ട് രസകരമായ ഒരു ഓർമ്മ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ നിനക്ക് മാത്രമല്ലേ രസകരമായ ഓർമ്മയായിട്ട് മാറിയത്? അപ്പൊ നമുക്കും കൂടെ ഓർമ്മ ഉണ്ടാക്കാൻ എന്താണ് വഴി കൂട്ടുകാരെ? അത് ഞാൻ പറഞ്ഞുതരാം. കണ്ടം പൂച്ചെ കാക്കാലാതി കണ്ടം വഴിയെ ഓടിക്കോ. കണ്ടാലയ്യോ മണ്ടക്കിട്ട് ഡുണ്ടും കൊട്ടും സൂക്ഷിച്ചോ. കണ്ടം പൂച്ചെ കാക്കാലാതി കണ്ടം വഴിയെ ഓടിക്കോ. വീട്ടിൽ ലേറ്റായി വന്നു കഴിഞ്ഞാൽ അച്ഛൻ വാതിൽ തുറക്കില്ല. ടക്ക് ടക്ക്. ഈ ടെക്ടക്ക് തോച്ച എന്താ? ലേറ്റായി വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടും. ചക് ചക്.
അപ്പൊ പിന്നെ എന്താണ് ഈ ചക് ചക്? അച്ഛൻ അടിച്ച പിന്നെ ഞാൻ അവിടുന്ന് ഓടില്ലേ? അങ്ങനെ അച്ഛനും ഞാനും കൂടി തൊട്ട് കളിക്കുമായിരുന്നു. ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കൊണ്ടിരുന്നും ചംചം ചൂയിങ്കം ചവച്ചും കൊണ്ടിരുന്നു. ചൂയിങ്കം ചൂയിങ്കം. ഇത്ര എലികൾ കാവലുണ്ടല്ലോ. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും കിറ്റിയെയും മറ്റു പൂച്ചകളെയും പൂട്ടിയിട്ടിരിക്കുന്നത്. എടാ നമ്മൾ ഇവന്മാരുടെ കണ്ണ് വെട്ടിച്ച് അങ്ങനെ അകത്ത് കയറും. അളിയാ വാ നമുക്കൊരു ചായ കുടിക്കാം. ഈ കല്ല് നമുക്കൊരു ചീസാക്കി മാറ്റാം. ആ വാതിൽ സേഫ് ആയിരിക്കും, നമുക്ക് അതിലൂടെ തന്നെ പോവാം. ഇനി ഈ ചീസ് എനിക്ക് മാത്രമാണ് സ്വന്തം. കണ്ടം പൂച്ച് കക്കാല നീ കണ്ടം വഴിയെ ഓടിക്കൂ. തത്തയെ നമുക്ക് തട്ടിക്കളിക്കാം, പട്ടിയെ നമുക്ക് പെട്ടിയിലടയ്ക്കാം. രണ്ട് പൂച്ചയുടെ എല്ലൊടിക്ക്. ബനി ക്യാച്ച്. നോക്ക്, റോഡ് റോളർ വരുന്നു. ആ അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങള് പുറകോട്ട് നോക്കി കഴിയുമ്പോ നിനക്ക് ഇവിടെ നിന്നോട്ട് ഓടി രക്ഷപ്പെട്ട ആരും പുറകിലോട്ട് നോക്കരുത്, മനസ്സിലായോ? അറിയാത്തവിടെ ചതയും പറയും. ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടാൻ തയ്യാറായിക്കോളൂ. കണ്ടം പൂച്ച് കക്കാല നീ കണ്ടം വഴിയെ ഓടിക്കൂ. എന്നെ ഇത്രയും തല്ലിച്ച ശേഷം നിങ്ങൾ പോകേണ്ടി വരും മെഡിക്കൽ സ്റ്റോറിലേക്ക്. അപ്പൊ നീ മിക്കവാറും പോകേണ്ടി വരും സെൻട്രൽ ജയിലിലേക്ക്. എത്രയും അഹങ്കാരം ഈ തീര തത്തയ്ക്കോ? ഇത്രയും പൂച്ചകൾ എങ്ങനെ കെട്ടിയിടാൻ മാത്രം എന്ത് പകയാ നിനക്ക് അവരോടുള്ളത്? വളരെ വലിയൊരു സ്റ്റോറിയാണത്. എന്നാ ശരി, നീ അത് പറയണ്ട. എങ്കിൽ കേട്ടോളൂ, ഞാൻ ഈ പൂച്ചകളെ മനഃപൂർവ്വം തടവിലാക്കിയതല്ല. ഈ സണ്ണിയും കൂട്ടുകാരും ചേർന്ന് ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു.